അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു നാടൻ പക്കവട റെസിപ്പിയുമായിട്ടാണ്. പക്കവട ഉണ്ടാകുമ്പോൾ ഒറ്റ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് അതേ രുചിയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്ത് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കടലമാവും 3/4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 2.5 കപ്പ് മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ലേശം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് രുചിയിലുള്ള ഒരു പക്കാവട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, ഒരു നുള്ള്. ഇത് ഓപ്ഷണലാണ്, ഒട്ടും നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പം എണ്ണയുടെ ചൂട് ശ്രദ്ധിക്കുക. എണ്ണയുടെ ചൂട് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് പൊങ്ങി വരുള്ളൂ, അതല്ലെങ്കിൽ ഇതിങ്ങനെ പരന്ന് പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയെല്ലാം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തീയൊന്ന് ശ്രദ്ധിക്കുക. ഇത് കുറച്ച് തീയൊന്ന് കൂടിപ്പോയി, അതാണ് കളർ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം തീയിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോഴേ നമുക്ക് ആ പൊങ്ങി വരുള്ളൂ. അതിനുശേഷം ഇട്ടെടുത്തതിന് ശേഷം തീ കുറച്ച് കൊടുക്കുക. എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നല്ല പെർഫെക്റ്റ് പക്കാവടയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിത് കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന പോലത്തെ ആ ഒരു പക്കാവടയുടെ ടേസ്റ്റ് കിട്ടുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ പ്ലീസ് ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.